പാട്ട് പാടി, അത്രേ ഉള്ളൂ, 2 വരിയേ ഉള്ളൂ. ഞാൻ പാട്ടുകാരനൊന്നല്ല, തൽക്കാലം നിങ്ങളൊന്ന് സ്വീപ്പാക്കാൻ വേണ്ടി 2 വരി പാടിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പാടിയാൽ ചിലപ്പം പ്രശ്നമാവും. അത് അത്രേ ഉള്ളൂ, അത്രേ അറിയുള്ളൂ. പിന്നെന്താ ചെയ്യുക? 2 വരി, ഈ 2 വരി അറിയുള്ളൂ. കുറേ പാട്ടുകാരുടെ ഈ 2 വരി അറിയാം. അതുകൊണ്ട് ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ ആൾക്കാരെ സ്വീപ്പാക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന പരിപാടിയാണ്. വേറെ പാട്ട് വേണോ? ഞാൻ പാടാം, അതിൻ്റെ മുമ്പ് ഒരു കഥ കേട്ടോളേ. പാടിക്കോളാം, അതിൻ്റെ മുമ്പ് ഒരു കഥ കേൾക്കാം. പണ്ട് മുകിളന്മാർ, അല്ല, ഈ പ്രസംഗം കഴിഞ്ഞാൽ എത്ര ചോദ്യം ഉണ്ടെന്നാണ് പറഞ്ഞേ? ശരി, നിങ്ങളെല്ലാവരും ഇവിടെ റേഞ്ചിലുണ്ട് എന്ന് മനസ്സിലായി. ഇവിടെ അല്ല, ഇതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു ടവറുണ്ട്, അതിന് മേലെ എല്ലാ സാധനത്തിനും റേഞ്ച് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും റേഞ്ചിലിരിക്കുക കേട്ടാ, ഇൻഷാ അല്ലാഹ്. പണ്ട് മുകിളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അക്ബർ ചക്രവർത്തി എന്നൊരാളുണ്ടായിരുന്നു. അക്ബർ ചക്രവർത്തിയെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എന്തോ ഒരു കുലുമാലുണ്ടാക്കിയല്ലോ. എന്തായിരുന്നു അതിൻ്റെ പേര്? ദീനി ഇലാഹി എന്നു പേരായ ഒരു മതം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ് അക്ബർ ചക്രവർത്തി. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഉപദേശകനുണ്ടായിരുന്നു. ബീർബൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരിക്കൽ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ഉപദേശകനായ ബീർബലും കൂടി കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി പോയി. വേട്ടയാടി അവർ കുറേ ദൂരം സഞ്ചരിച്ച സമയത്ത് രാജാവിൻ്റെ കയ്യിൻ്റെ ചൂണ്ടാൻ വിരലിന് ഒരു മുറി പറ്റി. എന്തോ ആയുധം തട്ടിയിട്ട് മുറിയായി. നല്ല വേദന ഉണ്ടായിരുന്നു. ബീർബൽ കുറച്ച് പച്ചമരുന്നൊക്കെ എടുത്ത് അവിടെ വെച്ച് ഉഷാറായിട്ട് അതിനെ കെട്ടിക്കൊടുത്ത്, രാജാവ് വേദന കൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ബീർബൽ പറഞ്ഞു, മഹാരാജാവേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് എന്ത് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരികയാണെങ്കിലും അത് എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു. നല്ല ചൂടുണ്ടപ്പോൾ എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയിട്ടേക്കാരം. മനുഷ്യന് ഏത് ബുദ്ധിമുട്ട് വന്നാലും എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ രാജാവിന് കയ്യമ്മ മുറിയായത് കാരണം, വേദന ഉള്ളത് കാരണം അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല. രാജാവിന് ദേഷ്യം വന്നപ്പോൾ തൊട്ടടുത്തൊരു കിണറുണ്ടായിരുന്നു, വെള്ളമില്ലാത്തൊരു കിണർ. ആ കിണറിലേക്ക് ബീർബലിനെ തള്ളിയിട്ടു. എന്നാൽ എല്ലാ ഉപദ്രവങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഗുണത്തിനാണെങ്കിൽ അവിടെ കിടക്കുകയായിരുന്നു. ഗുണത്തിനേക്കാരല്ലോ, അവിടെ കിടന്നു പറഞ്ഞു. തള്ളിയിട്ട് കണ്ട് രാജാവ് അങ്ങനെ പോയി. കുറേ ദൂരം സഞ്ചരിച്ച് ഒരു മലയുടെ താഴ്വാരത്തെത്തിയപ്പോൾ കാട്ടിൽ താമസിക്കുന്ന കുറേ ആളുകൾ രാജാവിനെ കണ്ടുമുട്ടി. രാജാവിനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ. SBVൻ്റെ ആൾക്കാരാകുമ്പോൾ തന്നെ ഉഷാറാണ്, പിന്നെ രാജാവും കൂടിയാണെങ്കിൽ പറയും വേണ്ടല്ലോ. കോട്ട കൂടി ഇട്ട് നോക്കുമ്പോൾ സംഗതി നല്ല ഉഷാറുണ്ട്. ഏതായാലും രാജാവിനെ കണ്ടു നോക്കുമ്പോൾ അവർക്ക് നല്ല ഉഷാറുള്ള ഒരാളായിട്ട് തോന്നിയപ്പോൾ അവർ പിടിച്ചു. അവർക്ക് അന്ന് വനദേവതക്ക് ഒരു മനുഷ്യനെ അറുത്തുകൊണ്ട് രക്തം കൊടുക്കേണ്ട ദിവസമായിരുന്നു. ഇന്നിപ്പോൾ ആരെ അറക്കുക എന്നിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് രാജാവ് അവരുടെ മുമ്പിലേക്ക് വന്നത്. രാജാവിനെ പിടിച്ച് അവർ കൊണ്ടുപോയി നന്നായി ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ രാജാവിൻ്റെ കയ്യിൻ്റെ ചൂണ്ടുവിരലുമ്പോൾ ഹലാക്കിൻ്റെ ഒരു കെട്ടുണ്ട്. ഇതെന്താ ഈ കെട്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു അത് ഒരു മുറി പറ്റിയതാണ് പറഞ്ഞു. അപ്പോൾ കാട്ടിൽ താമസിക്കുന്ന ആളുകൾ പറഞ്ഞു അത്രേ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഗതി ശുയിപ്പായല്ലോ, നിങ്ങളെ അറക്കാൻ പറ്റൂല. കാരണം ഒരു കേടുമില്ലാത്ത, ഒരു അയിബുമില്ലാത്ത, ഒരു കുറവുമില്ലാത്ത ആളെ അറക്കാൻ പറ്റുള്ളൂ. കയ്യിൻ്റെ വിരൽ കേടുന്ന ആളെ എങ്ങനെ അറക്കുക, നിങ്ങൾ പൊയ്ക്കോളി പറഞ്ഞു. വിട്ടപ്പോൾ രാജാവ് അങ്ങനെ ആലോചിച്ചു, ആ മന്ത്രി ബീർബൽ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. മൂമിനായ മനുഷ്യന് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അതെന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടിയായിരിക്കും എന്നല്ലേ അയാൾ പറഞ്ഞത്. എൻ്റെ കയ്യുമ്മ മുറിയുള്ളതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇനി അടുത്ത പരിപാടി മന്ത്രിയെ രക്ഷപ്പെടുത്തലാണ് എന്ന് തീരുമാനിച്ചു. അങ്ങനെ മൂപ്പര് പോയ വഴിയിലൂടെ അങ്ങനെ നടന്ന് കിണറിൻ്റെ അടുത്ത് വന്ന് വള്ളികൾ കൊണ്ടൊരു കയറുണ്ടാക്കി മന്ത്രിക്ക് ഇട്ടുകൊടുത്ത്, മന്ത്രി ആ കയറമ്മ പിടിച്ച് കയറിയേക്കിന് രാജാവ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മന്ത്രി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളോട് ചെയ്തത് വലിയൊരു അക്രമമായി പോയി.
മുഅ്മിനായ മനുഷ്യന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും ഒരു ഗുണത്തിനായിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എനിക്കത് അപ്പം മനസ്സിലാക്കാൻ കുറഞ്ഞ പ്രയാസം ഉണ്ടായിരുന്നു. എന്നെ കാട്ടുജാതിക്കാർ, കാട്ടിൽ താമസിക്കുന്ന കുറേ ആളുകൾ പിടിച്ചു കൊണ്ടുപോയി. അവരെന്നെ അറുക്കാൻ വേണ്ടി ശ്രമിച്ചു. എൻ്റെ കയ്യുമ്മ കെട്ടുള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണ്. കഴിച്ചിലായി മന്ത്രി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, നിങ്ങൾ എന്നോട് മാപ്പ് പറയൊന്നും വേണ്ട. ഞാനെങ്ങാനും നിങ്ങളൊപ്പം പോന്നിരുന്നുവെങ്കിൽ ഞാൻ ഈ കിണറ്റിക്ക് ചാടിയില്ലാന്ന് വെക്കുക. ഞാൻ നിങ്ങളൊപ്പം പോന്നിരുന്നുവെങ്കിൽ നമ്മൾ രണ്ടുപേരെയും അവർ പിടിച്ചു കൊണ്ടുപോകും. നിങ്ങളെ കയ്യുമ്മ കെട്ട് കണ്ടിട്ട് നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്യും, ഇന്ന ഒരു പിടിച്ചുങ്ങാണ്ട് അറക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കിണറ്റ് ചാടിയത് ഹൈറിനായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. മുഅ്മിനായ മനുഷ്യന് എന്തൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലും അത് ഹൈറിന് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയണ്ടായി. ഈ കഥ പറഞ്ഞതിപ്പോൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തേക്ക് എല്ലാവർക്കും പോണ്ടേ? സ്വർഗത്തേക്ക് പോണ്ടവരൊക്കെ ഒന്ന് കൈ വന്നിച്ച് കാണിക്കോ? അയ്യോ എന്താ കൈ, ഒന്ന് വീഡിയോ എടുത്തോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് താത്തിയാൽ മതി. എല്ലാവർക്കും സ്വർഗത്ത് പോകണം. അല്ലാഹു നമ്മളെല്ലാവരും സ്വർഗത്തിലാക്കി തരട്ടെ. താത്തിക്കോളി, കൈ താത്തിക്കോളി എല്ലാവരും. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗത്തിൽ എന്താ ഉണ്ടാവുക? പറഞ്ഞോളി. എല്ലാം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഉള്ളൊരു സാധനത്തിൻ്റെ പേര് പറയും. അള്ളാനെ കാണാം, ഹൂർലിങ്ങൾ ഉണ്ടാവും, ഉമ്മി വാപ്പി ഉണ്ടാവും, ഹൗദുൽ കൗസർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പഴങ്ങൾ ഉണ്ടാവും, മുന്തിരി ഉണ്ടാവും, ഉറുമാമ്പഴം ഉണ്ടാവും. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. സ്വർഗത്തിൽ ഇപ്പം എല്ലാതും ഉണ്ടാവുമല്ലോ. നല്ലോണം ആലോചിച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങൾക്ക് വേണ്ടേ, നല്ല ആലോചിച്ചിട്ടോ, പെട്ടെന്ന് ഉത്തരം പറയണ്ട, നല്ല ആലോചിച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങൾക്ക് വേണ്ടേ ഒരു സാധനത്തിൻ്റെ പേര് മാത്രം പറയാം. എല്ലാം കൂടെ പറയരുത്. ഒന്ന്, ഏറ്റവും ആവശ്യമുള്ള ഒന്ന്. ഒരാൾ ഒരു പ്രാവശ്യം പറയാം. അള്ളാനെ കാണാ, ഹൗദുൽ കൗസർ, നബിനെ കാണാ. ആയിക്കോട്ടെ, കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അള്ളാനെ കാണുക എന്നാണ്. സ്വർഗത്തിൽ ഇപ്പം നമ്മളെല്ലാവരും ചെന്നാൽ അള്ളാനെ കാണുമല്ലോ. സ്വർഗത്തിലെ അവസാനത്തെ നിയമത്താണ് അള്ളാനെ കാണാം. വാപ്പ 20 കൊല്ലമായിട്ട് ഗൾഫ് പോയിട്ടുണ്ട്. വാപ്പ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടാൽ എയർപോർട്ടിലേക്ക് പോകില്ലേ വാപ്പാനെ കൂട്ടാൻ വേണ്ടിയിട്ട്? അപ്പം ഇങ്ങനെ എയർപോർട്ടിൽ വിമാനം ഇങ്ങനെ വന്നിങ്ങനെ ഇറങ്ങി ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കും, വാപ്പാനങ്ങോട്ട് കാണുമ്പോഴേ ഞാൻ ആദ്യം എന്താ ചെയ്യുക, ആദ്യം എന്താ പറയുക, ഇങ്ങനെ ആലോചിക്കുമല്ലോ. നമ്മളെല്ലാവരും ചെന്നിട്ട് സ്വർഗത്തിലെത്തിയാൽ അല്ലാഹു തആലാനെ ആദ്യം കാണുമ്പോൾ നിങ്ങളെന്താ പറയാ? അസ്സലാമു അലൈക്കും എന്നോ എന്താ പറയാ? സുഖം തന്നെ അല്ലേന്നോ? എന്നാ ഞാൻ പറഞ്ഞു തരട്ടെ എന്താ പറയാന്ന്. ഇപ്പം പഠിച്ചോളി, ഒരൊറ്റ പറയുള്ളൂ കേട്ടോ, ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ. ഇപ്പം പഠിച്ചോളി, റെഡിയല്ലേ? 2 കാതും കൂർപ്പിച്ചിരുന്നോളി. ഒരു പ്രാവശ്യം പറയുള്ളൂ. ഞാൻ പറയുമ്പോഴത്തേനും പഠിക്കണം. പറയട്ടെ, 1 2 പറയട്ടെ. അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. പഠിഞ്ഞോ? പഠിഞ്ഞു. എല്ലാവരും നല്ല കുട്ടികളല്ലേ? നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? അള്ളാഹു നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. സ്വർഗത്തേക്ക് പോണ ആൾക്കാർക്ക് ചില അടയാളങ്ങൾ ഉണ്ടാവും. ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കുകയാണ്. സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, സഹാബ, സ്വർഗാവകാശികളെ തിരിച്ചറിയാൻ 120 അടയാളങ്ങളുണ്ട്. സഹാബ, സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ 120 അടയാളമുണ്ട്. മദീന പള്ളിയുടെ പുറത്ത് നിൽക്കുകയായിരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
വാതിലിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ തലട്ടിട്ട് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, ആ 120 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരു അടയാളം എന്നിലുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ, ആ 120 അടയാളങ്ങളും നിങ്ങളിലുണ്ട് സിദ്ദീഖ്. സ്വർഗാവകാശികൾക്ക് കുറെ അടയാളങ്ങളുണ്ട്, നരകാവകാശികൾക്ക് കുറെ അടയാളങ്ങളുണ്ട്. നിസ്കരിക്കണവർക്ക് കുറെ അടയാളമുണ്ട്, നോമ്പ് വെൽക്കണവർക്ക് കുറെ അടയാളമുണ്ട്, ഒളു ചെയ്യുന്നവർക്ക് കുറെ അടയാളമുണ്ട്, പള്ളിക്ക് ബാങ്ക് കൊടുക്കുന്നവർക്ക് അടയാളമുണ്ട്, കള്ളുടിയന്മാർക്ക് അടയാളമുണ്ട്, ദുനിയാവിലും അടയാളമുണ്ട്, ആഖിറത്തിലും അടയാളമുണ്ട്. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് ഒരു അടയാളം ഉണ്ട്, ഞാൻ പറയാം. എല്ലാവരും അവനാൻ്റെ അടുത്ത് മാത്രം അടയാളം ഉണ്ടോ നോക്കിയാൽ മതി കേട്ടോ, വേറെ ആരും നോക്കണ്ട. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർക്ക് ഒരു അടയാളം ഉണ്ട്, കാലുമത്തെ നഖം മുറിച്ചിട്ടുണ്ടാവില്ല. ഷൂസിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അവനാന് മാത്രമേ അറിയുള്ളൂ. ഉമ്മാനോട് ദേഷ്യമുള്ള ആൾക്കാർ കാലുമത്തെ നഖം മുറിച്ചിട്ടുണ്ടാവില്ല. നിസ്കരിക്കാൻ വേണ്ടി റുക്കൂക്ക് പോകുമ്പോൾ കാണും അടുത്തുള്ള ആള്, അതുവരെ കാണൂല, ഷൂസിൻ്റെ ഉള്ളിലായതുകൊണ്ട് കാണൂല. കയ്യുമ്മത്തും കൂടി മുറിച്ചിട്ടില്ലെങ്കിൽ ഓനെ പിന്നെ ഒന്നും പറ്റില്ല. എല്ലാവരും അവനെ കയ്യുമ്മക്കൊന്ന് നോക്കാണി നിങ്ങൾ. കയ്യുമ്മയും കാലുമ്മയും നഗറുള്ളവനും ഉമ്മാനോട് ദേഷ്യം ഉണ്ടാവുന്ന. കള്ളുടിയന്മാരെ തിരിച്ചറിയാനൊരു അടയാളമുണ്ട്. കള്ളുടിയന്മാരെ തിരിച്ചറിയാനുള്ള അടയാളം കുളിക്കാൻ ഇഷ്ടമുണ്ടാവില്ല എന്നാണ് കള്ളുടിയന്മാരുടെ പ്രത്യേകത. ഓല് ചിലപ്പോൾ ഒരു 4 ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് കുളിച്ചോരല്ലേ? അയ്യവ, എല്ലാവരും കുളിച്ചില്ലേ? കുളിക്ക് 2 ഫറദല്ലേ ചെങ്ങന്മാരെ? കുളിക്ക് 2 ഫറദല്ലേ? ഒന്ന് നിയ്യത്ത്. ഇന്ന് കുളിച്ചപ്പോൾ നിയ്യത്ത് ചുരക്കൊന്ന് കയ്യൊന്നിച്ചാണ്. സത്യം പറയണം കേട്ടോ. താത്തിക്കോളി എല്ലാവരും താത്തിക്കോളി. കുളിക്ക് 2 ഫറദുകളാണ്. ഒന്ന് നിയ്യത്താണ്, 2 ശരീരം മുഴുവൻ വെള്ളത്തിൽ എത്തിക്കലാണ്. ശരീരം മുഴുവൻ നമ്മളെല്ലാവരും വെള്ളം എത്തിച്ചിട്ടുണ്ട്, നമ്മളാരും ഒന്ന് കുളിച്ചപ്പോൾ നിയ്യത്ത് വെച്ചിട്ടില്ല. അപ്പം പണ്ട് ഉമ്മ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇമ്മ കുളിപ്പിച്ച് തന്നത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് വരെയും കുളിച്ചിട്ടില്ല. കാരണം കുളിയാവണമെങ്കിൽ നിയ്യത്ത് വേണ്ടേ? ചങ്ങായിമാരെ, നിങ്ങളാരേലും പുടിയറച്ചതിന് ശേഷം കുളിച്ചപ്പോൾ നിയ്യത്ത് വെച്ചിക്കണോ? ഇല്ല. നിങ്ങൾ എന്നെ വെറുതെ ഷീപ്പാക്കണ്ട. ഇല്ല, പണ്ട് ഉമ്മ കുളിപ്പിച്ച് തന്നതിൻ്റെ ശേഷം എന്താ നിയ്യത്ത് വെക്കുക? എല്ലാവരും വെക്കണ ഫറദിന് നിയ്യത്ത് വെച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. കുളി എന്ന ഫറദിനെ വീട്ടുന്നു നിയ്യത്ത് വെക്കാം, അല്ലെങ്കിൽ കുളി എന്ന സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു നിയ്യത്ത് വെക്കാം. നിയ്യത്ത് വേണമെന്ന് മാത്രം. ഉളൂവിനെ പോലെ തന്നെ കുളിക്കും നിയ്യത്തുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും നിയ്യത്ത് കൊണ്ടാണ് ശരിയാകുക. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഉസ്താദിനെ പേടിച്ചിട്ടാ അതോ അള്ളാൻ്റെ ഇരുന്ന് കൂലിട്ടാനാ? കൂലി കിട്ടാനാണെങ്കിൽ കിട്ടും. ഓരോ കാര്യം നിയ്യത്ത് പോലെയാണ്. മീൻ തിന്നു കഴിഞ്ഞതിൻ്റെ ശേഷം, മീൻ തിന്നല്ല പെരേന്ന് ചോറ് കഴിക്കുമ്പോൾ, മീൻ തിന്നതിൻ്റെ ശേഷം അതിൻ്റെ മുള്ളൊക്കെ എടുക്കുക. മുള്ളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞാനിത് പൂച്ചയുടെയും കോഴിയുടെയും ഭക്ഷണമാക്കുകയാണ് എന്ന് പറഞ്ഞാണ്ട് ഇട്ടുകൊടുത്താൽ പൂച്ചക്കും കോഴിക്കും ഭക്ഷണം കൊടുത്ത കൂലിട്ടും. നിയ്യത്തുകൊണ്ട് എല്ലാ കാര്യവും ക്ലിയർ ആക്കാം. നിയ്യത്ത് തെറ്റിയാൽ എല്ലാ കാര്യവും പ്രശ്നമാവുകയും ചെയ്യും. വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, സ്വർഗാവകാശികളുടെ അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം പറയട്ടെ, ലോകത്ത് മനുഷ്യന്മാർ ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ മനുഷ്യന്മാർ മുടി വെട്ടാറുണ്ട്. മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ മനുഷ്യന്മാർ മുടി വെട്ടാറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതിന് ശേഷം ഏകദേശം 1500 കൊല്ലായി മുഅ്മിനീങ്ങൾ 3 തരത്തിലാണ് മുടിവെട്ടൽ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിയതുപോലെ വളർത്തുക. അതായത് മുഴുവനായും വളർത്തി 2 ഭാഗത്തേക്കായി വാർന്നിട്ട് പെരടിയിൽ മുറിച്ച് കളഞ്ഞ് കുളി കഴിഞ്ഞ് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മേലെ തലപ്പാവും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ചെയ്യാറുള്ള രീതി. എന്നാൽ ഇടക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊപ്പി മാത്രം ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയത് അതെങ്കിലും വേണം.
നബി തങ്ങൾ അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3.